ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കല്യാണ സാരി ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ കല്യാണ സാരി. റെഡ് കളറാണ് വരുന്നത്. പിന്നെ ഞാനിത് വാങ്ങിച്ചത് കല്യാൺ സിൽസിൽ നിന്നാണ്, കോഴിക്കോട് കല്യാൺ സിൽസിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ വിചാരിക്കും റെഡ് അല്ലായിരുന്നു സാരി സെലക്ട് ചെയ്യേണ്ടതെന്ന്. ബ്ലൗസ് ഇപ്പം ഒരു ബ്ലൂ അല്ലെങ്കിൽ സാരി ഗ്രീൻ അങ്ങനെ ടൈപ്പൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ആ സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അന്നേരം എന്തെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അങ്ങനെ സെലക്ട് ചെയ്ത സാരിയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സെലക്ട് ചെയ്യുമ്പോൾ. അതിലായിട്ട് ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താണ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ കല്യാണ സാരി. എൻ്റെ ബ്ലൗസ് അത്ര വർക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു അങ്ങനെ പുറകിൽ ചെറിയൊരു കാണുന്നുണ്ടോ, ഇതാ ഒരു സീക്വൻസ് കൊടുത്താണ്, വേറൊരു വർക്കുമില്ല. ഇപ്പോൾ ഓരോരുത്തർ ബ്ലൗസിലൊക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യുന്നില്ലേ, ഇങ്ങനെ ബ്ലൗസിൻ്റെ പുറകിൽ നെറ്റ് പോലെ കൊടുത്തിട്ട് പേരൊക്കെ എഴുതുന്ന ഒരു ടൈപ്പിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ സാരി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ്. എനിക്കിഷ്ടപ്പെട്ടൊരു കളറായിരുന്നു കേട്ടോ. ഇപ്പം ഓരോരുത്തർ ഡിസൈനൊക്കെ ചെയ്യിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സായിരുന്നു. പിന്നെ ഇതാണ് ബ്ലൗസിലും ഒരു വർക്കും ഞാൻ ചെയ്തിട്ടില്ല, കാരണം ഫുള്ള് ഇങ്ങനെ സീക്വൻസ് ഉള്ളത് കൊണ്ട് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ ബ്ലൗസിലൊക്കെ അടിപൊളി വർക്ക് ചെയ്യിക്കൂലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ. എന്നിട്ട് ഞാൻ പിന്നും ചെയ്തിട്ടുള്ള ഡ്രസ്സൊന്നും ഒട്ടിക്കൊന്നുമില്ല കേട്ടോ, ഓരോരോ ആഗ്രഹങ്ങൾ. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതൊക്കെ ഇട്ട് എവിടെയൊക്കെ പോകാനാണ്, ഓൾറെഡി നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പം ഇതെനിക്ക് കടക്കുണ്ടാവില്ല, കാരണം ഇപ്പം ഞാൻ ഏകദേശം ഗുണ്ടമണിയാണ്. അന്നേരം നല്ലോണം മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ കോല് പോലെയല്ല, അത്യാവശ്യം മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതായിട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഷോള് വരുന്നുണ്ട്. ഷോള് ഫുള്ളായിട്ട് ലെഹങ്ക വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കാണുന്നുണ്ട്, ഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഡിസൈനാണ് വരുന്നത്, കേട്ടോ വരുന്നത്. അങ്ങനെ തിളങ്ങുന്നുണ്ട് ലൈറ്റിൻ്റെ. ഇതായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സ്. ഇതും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. ഇത് പകലാടിൻ്റെ വീട്ടിലുള്ള ഡ്രസ്സാണ് ഞാൻ കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ട് ഞാൻ തലേന്നിട്ടതും അതുപോലെ തന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് ഇവിടെ കാണിക്കാം. ഹലോ, അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കല്യാണത്തിൻ്റെ തലേന്നത്തെ ഡ്രസ്സൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാനൊരു സിൽവർ കളർ വരുന്ന ലെഹങ്കയായിരുന്നു കേട്ടോ ഇട്ടത്. ഇതാണത്. നല്ല ഹെവി വർക്ക് വരുന്നു, അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഒക്കെ ഉള്ളൊരു ലെഹങ്കയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കളറ്. അങ്ങനെ എടുത്തൊരു ലെഹങ്കയാണ്. നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറകിൽ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്. നമ്മളിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ വലിഞ്ഞ് നടക്കുന്നൊരു ടൈപ്പായിരുന്നു. നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ഒരു ഡ്രസ്സിന് ഇങ്ങനെ കൊടുക്കില്ല, ഇതിലും ഉണ്ടാകും, പക്ഷെ ഇത് കുറച്ച് ഉണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്യാതെ തന്നെ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതാണ് ബ്ലൗസ്. നല്ല ഹെവി വർക്കാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യിച്ചിട്ടില്ല. ഓൾറെഡി ഇതിൽ നല്ല വർക്ക് ഉണ്ടായിരുന്നു. കൈക്ക് മാത്രം ജസ്റ്റ് ഒരു നെറ്റ് കൊടുത്തു, അത് മാത്രമാണ് ഞാൻ വേറെ ചെയ്യിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വന്നിട്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു ഷോള് കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോള് വന്നിട്ട് ജസ്റ്റ് ഒരു നെറ്റാണ്, ഇതിലധികം വർക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു നെറ്റ് ഷോളാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ തലേന്നത്തെ ഡ്രസ്സ്. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അതും ഒരു ലെഹങ്ക തന്നെയായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു കളറായിരുന്നു കേട്ടോ, ഗ്രീനാണ്. പക്ഷെ അത്ര നേരം ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, പിന്നെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ആകെ ഒരു ഇടൽ മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. ഒരു ഗ്രീന്, ഒരു റെഡും അങ്ങനെ പറയാം, റെഡ് കളറ് വന്നിട്ടുള്ളൊരു ഷോളാണ്.
ഇതാണ് അതിൻ്റെ ബ്ലൗസ്. എല്ലാം പച്ച തന്നെയാണ്. അതിൻ്റെ ഒരു ആ ഷോള് മാത്രം വരുമ്പോൾ ഒരു ഭംഗി കൂടും. പിന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് ആശിച്ച് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിപ്പം 5 കൊല്ലമാവുന്നു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട്. നല്ല വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കല്യാൺ സിൽസിൽ നിന്നാണ് കേട്ടോ എല്ലാ ഡ്രസ്സും എടുത്തത്. അപ്പോൾ ഇത് നല്ലൊരു കളറായിരുന്നു. അതിലായിരുന്നു ആ മാച്ചായിട്ടുള്ളൊരു ഷർട്ടും കിട്ടി. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഇവിടെ സൈഡിലായിട്ട് ഒരു നല്ലൊരു ഹാൻഡ് വർക്കിംഗ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. എന്നിട്ട് ഞാൻ ഷോള് ഈ സൈഡിലാണ് കൊടുത്തത്. അങ്ങനെയായിരുന്നു. ഇതിൽ പിന്നെ ജസ്റ്റ് ഒരു നെറ്റ് കൊണ്ട് കൈ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് ഇല്ല. ഇതും ചെയ്തൊരു വർക്കായിരുന്നു. ഫുള്ള് മുത്തുകൾ വന്നിട്ട് നല്ലൊരു വർക്കായിരുന്നു. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ റെഡ് കളറ് ഇതായിരുന്നു കേട്ടോ ഷോള്. ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.